അയ്യോ. കുടിക്കാനേ തോന്നുന്നില്ല. സമയമാണെങ്കിൽ വൈകുന്നു. ഇനിയും വന്നില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ. ഹലോ. എടാ രാജു. പറയൂ സാർ. കാശ് മുന്നേ തന്നെ കൊടുത്തല്ലോ. ആ പെണ്ണിതുവരെ വന്നില്ലല്ലോടാ. എന്താടാ ഇത്, പറ്റിക്കുന്നതാണോ? പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കടാ. അയക്കുന്നില്ല സാർ. ഞാൻ കൂടെ തന്നെ നിന്ന് വിളിച്ചോണ്ട് വരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യോ? ശരി, ഞാൻ വേഗം വരാം. Come in. നമസ്കാരം സാർ. നമസ്കാരം. എന്താടാ ഇത്ര ലേറ്റ് ആയേ? എന്താ ഇത്? സോറി സാർ, കുറച്ച് ലേറ്റായി പോയി. എന്നെ തെറ്റിദ്ധരിക്കരുതേ. ഒരു സമയം പറഞ്ഞിട്ട് വേറെ സമയത്താണ് കൂട്ടി വരുന്നത്. ഇങ്ങനെ പോയാൽ നിന്റെ ബിസിനസ് എന്താവും പറ. വാ തുറന്ന് പറയടാ. എന്താ സാർ ചെയ്യാ, ഫുൾ ട്രാഫിക് ആയിരുന്നു. കുറച്ച് മനസ്സിലാക്കിയോ? അതൊക്കെ ഇരിക്കട്ടെ. ബംഗാളി പെണ്ണാണെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ലോക്കൽ പെണ്ണിനാണോ കൂട്ടി വന്നത്? ഇവരാരും മദ്യപിക്കില്ലല്ലോ. മദ്യപിക്കാതെ എനിക്ക് മൂഡും ഉണ്ടാവില്ല. നിനക്കാണെങ്കിൽ കാശ് മുന്നേ വേണം. ഇങ്ങനെ ചെയ്താൽ നിന്റെ ബിസിനസ് ആകെ നാശമാവും. അങ്ങനൊന്നുമില്ല സാർ, വളരെ നല്ല പെണ്ണാ. കുടുംബത്തിൽ ജനിച്ച പെണ്ണാ സാർ. ഇവളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. പാലാരോട്ടത്തുനിന്ന് കൂട്ടി വന്നതല്ലേ നീ? അതൊന്നുമല്ല സാർ, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കിക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആ ശരി ശരി, അങ്ങനെ ആവട്ടെ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സാർ, വേണോ വേണ്ടയോ? എനിക്ക് വേറെ ഓഫറുണ്ട്. നിക്ക്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. സാർ നിങ്ങൾ പറയോ, ഇവരിവിടെ ഇരിക്കട്ടെ എന്നാണോ? എന്തെങ്കിലും ഒന്ന് പറയൂ സാർ. ശരി ശരി, എന്തായാലും വന്നല്ലോ, അങ്ങനെ ആവട്ടെ. ശരി സാർ. പെണ്ണിവിടെ പുതിയ ആളാണ്, കുറച്ച് നന്നായി നോക്കിയോളൂ സാർ. ആടാ ശരി ശരി, എന്തായാലും വന്നല്ലോ, ഇനി ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇരുന്നേ. സാർ പറയടാ. വേറെ വല്ല ബോട്ടിലുണ്ടോ സാർ? ഡാ ഒന്ന് പോടാ. ഞാൻ കാശ് തന്നതല്ലേ നിനക്ക്, കടയിൽ പോയിട്ട് വാങ്ങി കുടിക്കടാ. സമയം വൈകുന്നു. ഇതെനിക്ക് തന്നെ തികയില്ല. മാത്രമല്ല ഈ കുട്ടി എൻ്റെ കൂടെയുണ്ട്. ശരി സാർ, ഇവിടെ നന്നായിട്ട് നോക്കിക്കോളൂ സാർ. ഫാമിലി ലേഡിയാണ്. ശരി, ഞാൻ പോയിട്ട് വരാം സാർ. ശരി, ഓക്കെ മോളെ, ഞാൻ പോയിട്ട് വരാം. ആ ഒരു പെഗ് കഴിക്കുന്നോ? നിന്നോടാ ചോദിച്ചേ, പെഗ് വേണോന്ന്. ഒരു പെഗ് അടിയെന്നേ. വേണ്ട, ഞാൻ കുടിക്കാറില്ല. സാരമില്ല, ഒരു പെഗ് അടിക്ക്. ഞാൻ പറഞ്ഞില്ല എനിക്ക് വേണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുന്നോ? ശരി, കുടിക്കാം. ഇത് വേണ്ട, നിക്ക്. ദേ ഇത് കുടിച്ചോ. കുടിച്ചോ, അത് വെറും കൂൾ ഡ്രിങ്ക്സാ. ശരി, നിന്റെ പേരെന്താ? റോജ സാർ. ഓ, റോജ എന്നാണോ? അതുകൊണ്ടല്ലേ ഇത്ര ഭംഗി. ഇത് നോക്ക് റോജ, നിങ്ങൾ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ വല്ലതും പറഞ്ഞാലോ നിങ്ങളുടെ മൂഡും നാശമാവും. ഒന്നും പറയാൻ പാടില്ലല്ലേ?
ലേറ്റ് ആയിട്ട് വന്നാലും ശരി, പേയ്മെന്റ് നിങ്ങൾ കുറയ്ക്കൊന്നുമില്ലല്ലോ. ഫുൾ പേയ്മെന്റും തരണം. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ഞങ്ങൾ പെരുമാറാൻ. സാറ്റിസ്ഫാക്ഷൻ കുറയാതെ സുഖവും തരണം. ഈ ജോലിയിൽ എന്നെക്കാളും നിങ്ങൾക്കല്ലേ ബെനിഫിറ്റ് കൂടുതൽ. ചുമ്മാ ശരീരം തരികയല്ലാതെ നീ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യോ? ഇവനെന്താ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുന്നേ? പക്ഷേ 2 മണിക്കൂർ നേരത്തെ സുഖത്തിന് വേണ്ടി മുഴുവനായിട്ടും 20,000 രൂപ ചെലവ് ചെയ്യണോ? അത് എൻ്റെ വീക്ക്നെസ് ആണെന്ന് ഞാൻ കരുതണോ? എൻ്റെ വീക്ക്നെസ്സും കൊണ്ട് നീ നന്നായിട്ട് സമ്പാദിക്കുമല്ലോ. പക്ഷേ നിൻ്റെയൊക്കെ വരുമാനത്തിന് മുന്നിൽ എൻ്റെ വരുമാനമൊന്നുമല്ല. ഒരു ദിവസത്തേക്ക് എന്നെപ്പോലെ ഒരു കസ്റ്റമറിനെ കിട്ടിയാൽ എന്തായാലും 20,000 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തേക്ക് 5 ലക്ഷത്തിൻ്റെ മേലെ വരുമാനം ഉണ്ടല്ലോ നിനക്ക്. അതിന് ഒരു വർഷത്തേക്ക് നോക്കിയാലോ? അയ്യോ, കണക്കൊന്നും കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. കൂട്ടിയാൽ വെറുതെ കൺഫ്യൂഷൻ ആവും. അല്ല, അതിന് മാത്രം നിങ്ങൾ എന്താ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഇത്രയും കാശ് ഞാൻ തരുന്നത്? ഈ ഒരു കാര്യത്തിൽ മാത്രം ആൺകുട്ടികളോട് അനീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്. ഈ കാര്യത്തിൽ ഞാൻ അങ്ങേയറ്റം എതിർക്കുന്നുണ്ട്. ഇവനൊരു മണ്ടനാണെന്ന് തോന്നുന്നു. ടൈമൊക്കെ വേസ്റ്റ് ചെയ്യുന്നു. ഇവനെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുന്ന അറിയുന്നില്ലല്ലോ. എന്നാലും നിനക്ക് തരുന്ന 20,000 രൂപയ്ക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണെന്ന് അറിയോ? മാസം മുഴുവനും പണിയെടുത്ത് ശമ്പളം വരുന്നത് വരെ ഞാൻ കാത്തിരിക്കണം. കാശ് എവിടെയെന്ന് വീട്ടിലുള്ളവർ ചോദിച്ചാൽ വേറെ പലതിനും ചെലവായി എന്ന് നുണ പറയണം. ചില സമയത്ത് കയ്യിൽ കാശില്ലാതാവുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങണം. ആരും അറിയാതെ ഇടയ്ക്കിങ്ങനെ പെഗ് അടിക്കണം. അയ്യോ, ഇങ്ങനെ പറയുകയാണെങ്കിൽ കാര്യം ഭയങ്കര കഷ്ടമാ. നിങ്ങൾക്ക് മാത്രം എല്ലാം സുഖമാണ്. ഇവൻ ശരിക്കും പിശുക്കനാണെന്ന് തോന്നുന്നു. എന്താ, ഞാൻ ഇത്ര സീരിയസ് ആയിട്ടൊരു കാര്യം പറയല്ലേ? നീ അതൊന്നും ശ്രദ്ധിക്കാത്ത പോലെ ഉണ്ടല്ലോ. പറയൂ. നിങ്ങൾ ജോലി എപ്പോഴാ ചെയ്യുന്നേ? എന്താ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ? ഞാൻ നിന്നെ 2 മണിക്കൂർ നേരത്തേക്ക് ബുക്ക് ചെയ്തു. ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ നീ ചെയ്യണം. ശരി, പറയൂ. നിന്റെ എതിരിലൊരു വലിയ വ്യക്തി ഇരിക്കുകയല്ലേ? അവൻ സംസാരിക്കുമ്പോൾ ഒന്ന് മൂളിക്കൊണ്ടെങ്കിലും മറുപടി പറയണ്ടേ? എന്തെങ്കിലും തിരിച്ചു പറഞ്ഞൂടെ? ഒന്നും പറയാതെ കല്ലിനെ പോലെ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതിനാണോ ഞാൻ കാശ് തരുന്നത്? എന്തു പറയാനാ പറയുന്നത് സാർ? എന്തെങ്കിലുമൊക്കെ പറ. അങ്ങനെയാണെങ്കിൽ ചോദിക്ക്. ഇതുവരെ നിങ്ങൾ സംസാരിച്ചതെല്ലാം നിങ്ങളുടെ ഇമാജിനേഷൻ ആണ്. എന്താ അങ്ങനെ പറയുന്നേ? അതെ, നേരാണ്. നിങ്ങൾക്കറിയാവുന്ന ആ സുഖത്തിന്റെ പുറകിൽ എത്ര കഷ്ടമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ 20,000 അല്ല 20 ലക്ഷം തരാന്ന് പറഞ്ഞാലും എത്ര പെണ്ണുങ്ങൾ ഈ ജോലി ചെയ്യാൻ സമ്മതിക്കുമെന്ന് പറയൂ? ഞങ്ങൾ വാങ്ങിക്കുന്ന കാശ് മാത്രമാ നിങ്ങൾക്കറിയാവുന്നത്. പക്ഷെ ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, അപമാനങ്ങൾ, അത് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ ഈ ജോലിയിലുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരുപാട് കാരണങ്ങൾ ഞങ്ങളുടെ അവസ്ഥയുമുണ്ട്. അതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മൂഡ് ഞാൻ എന്തിന് നശിപ്പിക്കണം? എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നോക്കാം. അതുകൊണ്ടാ മിണ്ടാതിരുന്നത്. ഞങ്ങൾ ഈ ജോലിയിൽ എത്ര കടമപ്പെട്ടിരിക്കുന്നെന്ന് അറിയാമോ? ആദ്യം നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? ആ ജോലി മാത്രം ചെയ്യൂ. അതിനുശേഷം നിങ്ങൾക്ക് ടൈമും ആരോഗ്യവും ഉണ്ടെങ്കിൽ നമ്മൾ പതുക്കെ സംസാരിക്കാം. 20,000 കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങൾ ശരിക്കും യൂസ് ചെയ്തോളൂ. സംസാരിച്ച് എന്തിനാ സമയം വെറുതെ കളയുന്നേ?
വന്ന ജോലി നിങ്ങൾ ചെയ്യ്. ഈ ജോലിക്ക് വന്നിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചല്ലോ. എന്താ വീടൊക്കെ ഇങ്ങനെ നോക്കുന്നേ? വന്ന ജോലി മാത്രം ചെയ്യ്. എന്റെ സമയം വേസ്റ്റ് ആകുന്നു. കാണുന്നുണ്ട് കാണുന്നുണ്ട്. നീ കണ്ടിന്യൂ ചെയ്യ്. നിന്നെ പറ്റി പറ. വേണ്ട സാറേ, അതൊക്കെ സംസാരിച്ച് നിങ്ങളുടെ സമയം, നിങ്ങളുടെ മൂഡും വെറുതെ കളയല്ലേ. നമ്മൾ ജോലി ചെയ്യാൻ വരൂ. നീ പറഞ്ഞോണ്ടിരിക്കുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. എന്നെ കുറിച്ച് എന്തു പറയാനാ പറയുന്നേ? എനിക്ക് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉണ്ടായിട്ടും ഇതുപോലെ ഒരു ജോലി ചെയ്യുന്നെന്ന് പറയാൻ പറയുന്നോ? ഇല്ലെങ്കിൽ കിടക്കയിൽ കിടക്കുന്ന എന്റെ അമ്മയെക്കുറിച്ച് പറയാൻ പറയുന്നോ? ഇല്ലെങ്കിൽ പ്രായമായ എന്റെ മോളെ കുറിച്ച് പറയാൻ പറയുന്നോ? അതും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഈ ജോലി ചെയ്യുന്നെന്ന് പറയാൻ പറയുന്നോ? ഞാൻ എന്തു പറയാനാ? എന്നുവെച്ചാ നീ ചെയ്യുന്ന തൊഴിലിന്റെ പുറകിൽ ഇത്രയും കഥകളുണ്ടോ? ആദ്യം കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ ആണുങ്ങൾക്ക് മൂഡ് വരില്ലാന്ന് താലി വീട്ടിൽ തന്നെ ഊരി വെച്ചിട്ട് നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ വരും സർ. അയ്യോ, കുടിച്ചതൊക്കെ വെറുതെ ആയല്ലോ. എന്താ ചെയ്യേണ്ടതെന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ കഷ്ടത്തിന് നോക്കി ബന്ധുക്കളിൽ ഒരാൾ പോലും എന്റെ കല്യാണത്തിന് വന്നില്ല സർ. ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാത്ത എനിക്ക് ആരാണ് ജോലി തരുന്നത് പറയൂ? ഒരു സമയത്ത് ഞങ്ങൾ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ എന്തു ചെയ്യാനാ, എല്ലാം തലയെഴുത്ത്. ഭിക്ഷ യാചിക്കുന്നതിനേക്കാളും വിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. നിർത്താനല്ലേ പറഞ്ഞേ? നിന്നോട് സംസാരിക്കാൻ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം തുറന്ന പോലെയാണല്ലോ സംസാരിക്കുന്നേ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്. ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ചിട്ട് കുടിച്ചോണ്ട് സംസാരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ സർ? പറഞ്ഞു, ഞാൻ കേട്ടില്ലെന്നേ ഉള്ളൂ. ഈ കഥയൊക്കെ കേട്ടോണ്ടിരുന്ന ഞാൻ കുടിച്ചതൊക്കെ വെറുതെ ആവുന്ന തോന്നുന്നേ. ടാബ്ലറ്റിന്റെ പവറും പോകുന്ന തോന്നുന്നേ. നീ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വല്ല സമയവും ബാക്കിയുണ്ടെങ്കിൽ നമുക്കപ്പം സംസാരിക്കാം. എനിക്കിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി ആരെയും ഞാനിങ്ങനെ വിളിച്ചു വരുത്തി അവരുടെ കഥയൊന്നും കേൾക്കത്തേയില്ല. ശരി, വാ നമുക്കൊരു റൗണ്ട് നോക്കാം. അയ്യോ, ബ്രോയിലർ കോഴിയെ പോലെ ഉണ്ടല്ലോടി. നല്ല സുഖം തന്നെയാ തന്നത്. താങ്ക് യു. ഇനി പോവാം, വാ.